തിളപ്പിച്ചൂറ്റിയ ചോറ് തിന്നാൻ മടിയുള്ളവരാണോ നിങ്ങൾ? എന്നാലുണ്ടല്ലോ നല്ലൊരു ട്രിക്കുമായിട്ടാണ് ഞാൻ വന്നേക്കണത്. സംഭവം എനിക്ക് തലേ ദിവസത്തെ ചോറ് ലേശിരിപ്പുണ്ട്. അപ്പം നല്ല കുരുപോലത്തെ ചോറും. അപ്പോൾ ഇതിനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുമ്പോഴാണ് ഒരു ഐഡിയ കണ്ടിട്ട് ഓർമ്മ വന്നത്. അപ്പോൾ ദാ ഇതുപോലെ ഞാൻ കഴുകി വാരിയിട്ട് ഇതുപോലെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കുക്കറിലേക്ക് കഴുകി ആ വെള്ളത്തോട് കൂടി തന്നെ ഇടുന്നത്. അതിൽ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കുകയും വേണ്ട, അതിൽ തന്നെ ആ വെള്ളം അങ്ങോട്ട് മാറ്റുകയും വേണ്ട. ചെറുതായിട്ടൊന്ന് കുക്കർ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ചോറ് ലേശം എനിക്ക് കൂടുതലുണ്ട്. ആദ്യം എനിക്ക് പണി പാളിയെന്നാണ് തോന്നിയത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഇങ്ങനെ ശരിയാവോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ശരിയാവണമെങ്കിൽ നിങ്ങളിലേക്ക് കൂടി എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് അങ്ങോട്ട് ചെയ്ത് വെച്ചത് കേട്ടോ. സംഭവം നമുക്ക് ആ കഴുകി വാരിയിടുന്ന ആ വെള്ളം നമുക്ക് ആവശ്യമാണ്. എന്നിട്ട് ഒരു വിസിൽ, അല്ലെങ്കിൽ നല്ലോണം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ 2 വിസിൽ കേട്ടോ. ഫസ്റ്റത്തെ ചോറ് വേവ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം 2 വിസിൽ ഏൽപ്പിച്ചാൽ മതി. ഇല്ല കറക്റ്റ് വേവിലാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഒരു വിസിലോട് കൂടി തന്നെ ചോറ് നല്ല കറക്റ്റായിട്ട് കേട്ടോ. ഞാനിപ്പോൾ തുറന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായി പോയിട്ടാ. സംഭവം ചിലപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവാം, എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഉള്ളതാ എങ്ങനെയാണ് നിങ്ങളിലേക്ക് ഇത് കറക്റ്റ് എത്തിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നല്ല 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 ഒന്നിനൊന്നും മുട്ടാണ്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ. സൈഡൊക്കെ നല്ല അടിപൊളിയായിട്ട് കുലുക്കിയൊക്കെ കാണിച്ചു എങ്ങനെയൊക്കെയോ നിങ്ങളോട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. നല്ലതാ കുലുക്കിയിട്ട് നല്ല ഒന്നും മുട്ടിയിട്ടില്ല, നല്ല ഒരു വെള്ളത്തിൻ്റെ പശയോ ഒന്നുമില്ല കേട്ടോ. അടിപൊളിയൊരു സംഭവം. അപ്പോൾ ഇനി തലേ ദിവസം ചോറുണ്ടാക്കി ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കിക്കോ കേട്ടോ.